ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता विशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी ऋषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ओं विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदांत स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदारे कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 9 14ാമത്തെ ശ്ലോകം മുതൽ. സതതം കീർത്തയന്തോ മാം യദന്തശ്ചാദൃഢാവൃതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്താ ഉപാസതേ. സതതം കീർത്തയന്തോ മാം യദന്തശ്ചാദൃഢാവൃതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്താ ഉപാസതേ. സിമി മാതാജി. हरे कृष्णा। सततं कीर्तयन्तो मां यतन्तश्च दृढाव्रताः नमस्यन्तश्च मां भक्त्या नित्ययुक्ता उपासते। हरि बोल रूपेश्वरी माताजी. हरे कृष्ण प्रभु जी। सततं कीर्तयन्तो मां यदन्तश्चादृढाव्रता नमस्यन्तश्च मां भक्त्या नित्ययुक्ता उपासते। हरि बोल अर्चना माताजी. हरे कृष्ण। सततं कीर्तयन्तो मां धृतावृता नमस्यन्तश्च मां भक्त्या नित्ययुक्ता उपासते। Very good. And translation, Manoj Prabhu. Hare Krishna, Prabhu. Hare Krishna. Always chanting my glories, endeavoring with great determination, bowing down before me, these great souls perpetually worship me with devotion. Very good. Always chanting my glories, endeavoring with great determination, bowing down before me, these great souls perpetually worship me with devotion. These great souls. ആരാണത്? മഹാമാനസ്തു മാം പാർത്ഥ. മഹാത്മാക്കള്. ഇതിന്റെ നേരെ മുമ്പിലത്തുള്ള ശ്ലോകം വായിക്കും, അപ്പൊ മനസ്സിലാവും ആരെ പറ്റി പറയുന്നത്. മഹാത്മാക്കള് അല്ലെ? ആരാണ് മഹാത്മാക്കള്? ദേവീം പ്രകൃതി ആശ്രിത. ഭഗവാന്റെ രണ്ട് പ്രകൃതി, ഒന്ന് ആധ്യാത്മിക തലത്തിലുണ്ട്, ഒന്ന് ഭൗതിക തലത്തിൽ. അപ്പൊ മഹാത്മാക്കളായിട്ടുള്ള ശുദ്ധ ഭക്തന്മാര് ഏത് പ്രകൃതിയാണ് ആശ്രയിക്കുക? ദേവീം പ്രകൃതി, അതായത് സ്പിരിച്വൽ എനർജി, അന്തരാംഗ ശക്തി. അവരെന്താണ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓൾവേസ് സ്റ്റാൻഡിങ് മൈ ഗ്ലോറീസ്. സതതം 24 മണിക്കൂറും. നമ്മളെന്താ ചെയ്യുന്നത്? പാട്ട് സതതമില്ല. എല്ലാ ദിവസം തിങ്കളാഴ്ചയും അല്ലേ? എല്ലാ തിങ്കളാഴ്ച 1 മണിക്കൂർ നമ്മൾ ചാൻഡ് ചെയ്യും ഭഗവാനെ പറ്റി. അതല്ലാതെയും ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്.
പക്ഷെ അതിന് പൂർണ്ണമായിട്ടും നമുക്കൊരു സമർപ്പണ മനോഭാവം കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ പൂർണ്ണമായിട്ട് ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു തലത്തിലല്ല. നമ്മളെല്ലാം ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുന്ന ആൾക്കാർ, പല റെസ്പോൺസിബിലിറ്റി അതൊക്കെ ചെയ്തിട്ടും പൂർണ്ണമായിട്ടും ഇതിനെ സമർപ്പണം ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുന്ന ആൾക്കാർ. പക്ഷെ നമുക്കതിലായിട്ടില്ല. കാരണം വെച്ചാൽ ആ ഇതില്ലേ, പുള്ളിങ് ദ സ്ട്രിങ്സ് ഫ്രം ഓൾ സൈഡ്, എല്ലാ ഡയറക്ഷനും നമ്മൾ വലിക്കുകയാണ് മായാദേവി. അപ്പൊ അതുകൊണ്ട് ഭൗതിക ലോകത്തില് വിടാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് പെട്ടെന്ന്, സമയമെടുക്കും. ഇവരെല്ലാം അതെല്ലാം എല്ലാ അറ്റാച്ച്മെന്റും ജ്ഞാനമുണ്ട്, വൈരാഗ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭക്തി ഈസിയാണ്. ഭക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ജ്ഞാനം വേണം, വൈരാഗ്യം വേണം. ഒരു ശുദ്ധ ഭക്തന് അത് രണ്ടും ഉണ്ടായിരിക്കും. നമ്മൾ പ്രാക്ടീസിങ് ഡിവോട്ടിയാണ്, അത് അത്ര പെട്ടെന്ന് കിട്ടില്ല. ഓരോരുത്തരുടെയും സുകൃതിയുടെ ഡിഗ്രി ലെവൽ അനുസരിച്ചിട്ട് അത് അങ്ങനെ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കും. ഇവിടെ അപ്പൊ അങ്ങനെ ശുദ്ധ ഭക്തന്മാര് ഭഗവാനെ പൂർണ്ണമായിട്ടും സമർപ്പണ മനോഭാവത്തോട് കൂടിയിട്ട് ഉപാസിക്കുന്ന ഭഗവാന്റെ അന്തരാംഗ ശക്തിയുടെ കീഴിൽ വരുന്ന ഭക്തന്മാരെ പറ്റി അതാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. ഓൾവേസ് ചാനിങ് മൈ ഗ്ലോറീസ്, എൻഡവറിങ് വിത്ത് ഗ്രേറ്റ് ഡിറ്റർമിനേഷൻ. അവരുടെ ഡിറ്റർമിനേഷൻ, അവരുടെ നിശ്ചയദാർഢ്യം അല്ലെ, ദൃഢനിശ്ചയം, അത് നമുക്കില്ല. പക്ഷെ നമ്മൾ സ്ലോലി ഇന്നലത്തെ ആളല്ല ഇന്ന്. അങ്ങനെ നമുക്ക് പ്രോഗ്രസ് വരണം. 2 കൊല്ലം മുമ്പ് ഞാൻ എന്തായിരുന്നു അതാകരുത് ഇന്ന്. അല്ലെങ്കിൽ താഴെ പോകാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് താഴെ മുകളിൽ പോയിട്ടില്ലെങ്കിലും താഴെ പോകാൻ പാടില്ല. മിക്ക ആൾക്കാരും നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കുറെ എൻതൂസിയാസത്തോടെ പോകും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സാച്ചുറേഷൻ പോയിന്റ് വരും. പിന്നെ നമുക്ക് എൻതൂസിയാസം വരും, പിന്നെ അത് താഴെ പോകും. അത് തെറ്റാണ്. അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ വി ആർ നോട്ട് ഓൺ ദ റൈറ്റ് പാത്ത്. നമ്മളും അതേപോലെ നമ്മൾ ആരോടൊക്കെ കൂട്ടുകൂടുന്നു, നമ്മൾ കാരണം അവരുടെ ഭക്തിയും കുറയാൻ പാടില്ല. അതും പ്രശ്നമാണ്. അപ്പോൾ അങ്ങനത്തെ കൂട്ടുകെട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ കാരണം വേറെ ആളുടെ ഭക്തി കുറയുകയാണെങ്കിൽ അതിന് കാരണക്കാരൻ ഞാനാണെങ്കിൽ എനിക്ക് അതിൻ്റെ പാപം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ എൻഷുർ ദാറ്റ് വെൻ യു അസോസിയേറ്റ് വിത്ത് അതർ പീപ്പിൾ their bhakti should not decrease. കൂട്ടാൻ പറ്റിയില്ലെങ്കിലും കുറയ്ക്കരുത് നമ്മളുടെ ആ ഒരു അസോസിയേഷൻ കാരണം. ഇവരെല്ലാം ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിട്ടാണ് അവരെ സംഘം ചേരുന്നത്. എന്താണ് ഒരു ബൗയിങ് ഡൗൺ ബിഫോർ മീ ദീസ് ഗ്രേറ്റ് സോൾസ് പെർപെച്വലി വർഷിപ്പ് മീ വിത്ത് ഡിവോഷൻ. ഭക്തിയോടുകൂടിയാണ്, ഭക്തിയാണ് അവരുടേത്. ഭക്തി പറഞ്ഞാൽ ഭഗവാന് പ്രീതിപ്പെടുത്തുന്ന വിധത്തില്, ഭഗവാന്റെ ഫേവറബിൾ ആയിട്ടുള്ളത്. ഭക്തി മീൻസ് ഭഗവാന് മാത്രം. നമുക്ക് എത്ര കഷ്ടപ്പാട് വന്നാലും ശരി, എത്രത്തോളം ബുദ്ധിമുട്ട് വന്നാലും ശരി, ഭഗവാനെ പ്രീതിപ്പെടുത്തുക, അതിലാണ് അവരുടെ വിജയം, അവരുടെ ആ ഒരു സുഖവും അല്ലെങ്കിൽ ആനന്ദവും. അപ്പൊ ഇതിപ്പോ ശുദ്ധ ഭക്തന്മാരെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ദ മഹാത്മാ കനോട്ട് ബി മാനുഫാക്ചേർഡ് ബൈ റബ്ബർ സ്റ്റാമ്പിങ് ആൻ ഓർഡിനറി മാൻ. നമ്മൾ സാധാരണ ടൈറ്റിൽ, ഇതൊക്കെ ഒരു ടൈറ്റിലായിട്ട് കൊടുക്കും, മഹാത്മാ സോ ആൻഡ് സോ. അതൊക്കെ റബ്ബർ സ്റ്റാമ്പാണ്. എക്സ്റ്റേണലി മഹാത്മാവായിട്ട് ദേ മേ അപ്പിയർ, ബട്ട് ഇന്റേണലി ദർ സ്റ്റിൽ എ വേൾഡ്ലി പേഴ്സൺ. അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മൾ ആ ഒരു ടൈറ്റിൽ കൊണ്ട് സംബോധന ചെയ്യാറുണ്ട്, മഹാത്മാ സോ ആൻഡ് സോ. മഹാത്മാക്കൾ ഭക്തന്മാർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും എന്താണ്, കൃപണന്മാരാണ്, മൈസേളി. കാരണം അവനവന്റെ കാര്യം മാത്രം, സെൽഫ് ഇൻട്രസ്റ്റ്, സെൽഫിഷ്, ആ ഒരു മോട്ടിവേഷനോട് കൂടിയിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. മഹാത്മാ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, വ്യത്യാസമാണ്. നമുക്ക് വേണ്ടിയും കൂടി ജീവിക്കുന്നില്ല. ഇപ്പൊ മറ്റുള്ളവർക്ക് പോട്ടെ, നമ്മുടെ സെൽഫ് ഇൻട്രസ്റ്റ് ആണ് കൂടി നമ്മൾ നോക്കുന്നില്ല. നമ്മളുടെ സെൽഫ് ഇൻട്രസ്റ്റ് എന്താണ്, നമ്മളെ ആദ്യം അറ്റ്ലീസ്റ്റ് അവർ ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോകാം, നമ്മുടെ ഡെലിവറൻസ് വേണ്ടിയിട്ട്, എന്നിട്ടല്ലേ മറ്റുള്ളവർക്കും. അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് സത്വഗുണത്തേക്ക് എത്തണം, എന്നാലേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മളതിന് താഴെ സ്റ്റേജിലാണ്, തമോ ഗുണത്തിലും രജോ ഗുണത്തിലും നിറഞ്ഞു നിൽക്കും നമ്മൾ. അപ്പൊ അതിന് നമ്മൾ സത്വഗുണത്തിലേക്ക് പോയിട്ട് നമ്മൾ മാത്രം പ്രാക്ടീസ് ചെയ്യാൻ മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കണം. നമ്മുടെ 2 കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ,
വേറൊരാളുടെ കെട്ടിയിട്ടുണ്ട്, അവരുടെ നമുക്ക് അഴിച്ചുവിടാൻ പറ്റുമോ? നമ്മുടെ രണ്ടും കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മളെ കെട്ടഴിക്കാൻ ശ്രമിക്കണം, എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കണം. അപ്പൊ നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ, അല്ലെ? അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മളെ തന്നെ ഇവിടുന്ന് മുക്തരാക്കണം, എന്നിട്ട് മറ്റുള്ള. അങ്ങനെയാണ് മഹാത്മാക്കൾ. അതാണ് മഹാത്മാ കനോട്ട് ബി മാനുഫാക്ചർഡ് ബൈ റബ്ബർ സ്റ്റാമ്പിംഗ് ആൻ ഓർഡിനറി മാൻ. His symptoms are described here. A Mahatma is always engaged in chanting the glories of the Supreme Lord Krishna, the personality of Godhead. He has no other business. വേറെ ബിസിനസ് ഇല്ല. പ്രഭുപാദ ഒരുപാട് സോ കോൾഡ് മെറ്റീരിയൽ ആക്ടിവിറ്റീസ് ആയി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷെ അതൊന്നും മെറ്റീരിയൽ ആക്ടിവിറ്റീസ് അല്ല. പ്രഭുപാദയെ സംബന്ധിച്ചിടത്തോളം എല്ലാം സ്പിരിച്വൽ ആക്ടിവിറ്റി. നമുക്ക് മാത്രം നമ്മൾ അതൊരു സെഗ്രിഗേഷൻ ചെയ്യുന്നത്, ഇത് മെറ്റീരിയൽ ആക്ടിവിറ്റി, ഇത് സ്പിരിച്വൽ ആക്ടിവിറ്റി. ആക്ച്വലി അങ്ങനെ രണ്ട് തലം ഇല്ല. ഭക്തനെ സംബന്ധിച്ചിടത്തോളം എല്ലാം സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ്. നമുക്ക് തോന്നും അത് മെറ്റീരിയൽ ആക്ടിവിറ്റി. ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്നു, മെറ്റീരിയൽ ആക്ടിവിറ്റി. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം മെറ്റീരിയൽ ആക്ടിവിറ്റി ഇല്ല, അത് ഭഗവാന്റെ മന്ദിരം ഉണ്ടാക്കുന്നത്, അത് സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ്. നമ്മൾ നേരത്തെ പലതവണ കേട്ടിട്ടുണ്ട്, ഒരു ഭഗവാന്റെ ടെമ്പിൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളോട് ചോദിച്ചു, എന്താണ്? ഞാൻ ഇവിടെ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ബിൽഡിങ്ങിന്റെ. മറ്റൊരാളോട് ചോദിച്ചു, ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു, എനിക്ക് വയറ്റുപഴുപ്പിന് വേണ്ടിയിട്ടാ, ശമ്പളം കിട്ടും. മൂന്നാമതാളോട് ചോദിച്ചു, ഞാൻ ഭഗവാന്റെ മന്ദിരം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. മൂന്ന് പേരും കോൺഷ്യസ്നെസ് ഡിഫറെന്റ് ആണ്, അല്ലേ? മൂന്ന് പേരും ചെയ്യുന്ന ജോലി ഒന്നാണെങ്കിലും ഡിഫറെന്റ് ലെവൽ ഓഫ് തിങ്കിങ് ആണ്, കോൺഷ്യസ്നെസ് ആണ്. അല്ല, ഏതാണ് ശരിക്കുള്ള കോൺഷ്യസ്നെസ്? മൂന്നാമത്തെ ആള്, ഞാൻ ഭഗവാന് മന്ദിരം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് ദ റൈറ്റ് കോൺഷ്യസ്നെസ്. അപ്പോ ഭക്തന്മാരെ സംബന്ധിച്ചോളം എല്ലാം സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ്. അവർക്ക് സെപ്പറേറ്റ് ഇല്ല, മെറ്റീരിയൽ ആക്ടിവിറ്റി, സ്പിരിച്വൽ ആക്ടിവിറ്റി, അങ്ങനെ രണ്ട് തലമില്ല. അപ്പൊ നമുക്ക് ഉദാഹരണം നമ്മുടെ ശ്രീ പ്രഭുപാദന് എടുക്കാം, ഗുരു മഹാരാജിനെ എടുക്കാം. ഒരുപാട് അങ്ങനെ വൈഷ്ണവ സന്യാസിമാരുണ്ട്, മഹാത്മാക്കളുണ്ട്. അവരെല്ലാം ഇതെല്ലാം വിട്ട്, ഭൗതിക സുഖമെല്ലാം വിട്ട് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം സേവനം ചെയ്യുന്ന ആൾക്കാരാണ്. So his symptoms are described here. A Mahatma is always engaged in chanting the glories of the Supreme Lord Krishna, the personality of Godhead. He has no other business. He is always engaged in the glorification of the Lord. അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഡയറക്ട്ലി or ഇൻഡയറക്ട്ലി ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും. So he is always engaged in the glorification of the Lord. In other words, he is not an impersonalist. എന്താണ് പ്രഭുപാദ് പ്രത്യേകിച്ച് പറയാൻ കാരണം? ഈസ് നോട്ട് an impersonal. എന്ന് വെച്ചാൽ ഭഗവാനാണ് അൾട്ടിമേറ്റ്. ഇംപേഴ്സണലിസം ഒരു ഇനീഷ്യൽ ഇതാണ്, ഇൻകംപ്ലീറ്റ് ആണ്. അതുകൊണ്ടാണ് ഭക്തന്മാര് ഭഗവാന്റെ പ്രീതി, ഭഗവാന്റെ ഋഷികേശ സേവനം ഭക്തി ഉച്ചത എന്ന് പറയുന്നു. ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി വരുന്ന രീതിയിൽ അവര് ഓരോ കർമ്മങ്ങളും ചെയ്യും. When the question of glorification is there, one has to glorify the Supreme Lord, praising his holy name, his eternal form, his transcendental qualities, and his uncommon pastimes. One has to glorify all these things. Therefore, a Mahatma is attached to the Supreme Personality of Godhead. One who is attached to the impersonal feature of the Supreme Lord, the Brahma Jyoti, is not described here as Mahatma in the Bhagavad Gita. ഈവൻ മുക്തി ആഗ്രഹിക്കുന്ന ആൾക്കാരെ മഹാത്മാവെന്ന് പറയില്ല. അതിനൊരു സെൽഫിഷ് ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്ക് മുക്തി കിട്ടണം. ഈവൻ അവരും ട്രാൻസെൻഡന്റലിസ്റ്റ് ആണ്, പക്ഷെ അവരും കൂടി മഹാത്മാവെന്നുള്ള ആ കാറ്റഗറിയിൽ വരില്ല എന്ന് പറയുന്നു. He is described in a different way in the next verse. Mahatma is always engaged in different activities of devotional service, as described in the Srimad Bhagavatam, hearing and chanting about Vishnu, not a demigod or human being. ഇപ്പോ ഇന്നത്തെ കാലത്ത്, എസ്പെഷ്യലി കളികാലത്ത്, ഒരുപാട് ആൾക്കാർ മിസ്ഡയറക്റ്റഡ് ആണ്. ആരെ ഭജിക്കണം എന്ന് അവർക്ക് ക്ലാരിറ്റി ഇല്ല. അവർ ഭജിക്കുന്നുണ്ട്, ഭക്തിയുണ്ട്, പക്ഷെ ഈ ഭക്തി ആർക്ക് വേണ്ടി ചെയ്യണം അതവർക്ക് ആ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അവർ ഇതേപോലെ അന്യ ദേവി ദേവതമാരെയും ഈവൻ ഗ്രേറ്റ്
പേഴ്സണാലിറ്റീസ്, ഹ്യൂമൻ, അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കഴിവുണ്ടായിരിക്കും. ആ കഴിവിന്റെ പിന്നാലെ അതിശയ ഭക്തി എന്ന് പറയുന്നില്ലേ, അതിന്റെ പിന്നാലെ ഒരു പോകും. അപ്പൊ അവര് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്യും. അത് കാണുമ്പോൾ അവരെ ഭഗവാനായിട്ട് കാണും. അതാണ് ഇവിടെ പ്രഭാത് പറയുന്നത്. As described in the Srimad Bhagavatam, hearing and chanting about Vishnu, not a demigod or human being. Bhakti is meant for only Vishnu Tattvas. മറ്റവരൊക്കെ അവരുടെ ആ ഒരു ആദരവ് നമ്മൾ കാണിക്കണം. ഭഗവാന്റെ എക്സോൾട്ടഡ് ഡിവോട്ടീസ് ആണെങ്കിൽ ആ തലത്തിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ കാണണം. അതിനനുസരിച്ചുള്ള ആദരവും ഇതെല്ലാം നമ്മൾ കൊടുക്കണം. ആ ഒരു അവരുടെ പൊസിഷൻ അനുസരിച്ചിട്ട്. ഈവൻ ഒരു ഓഫീസിൽ നമ്മൾ ഒരാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അവരുടെ പോസ്റ്റാണ്, അവർ ഏത് പദവിയിലായിരിക്കണം, അതനുസരിച്ചിട്ടുള്ള ബിഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു റെസ്പെക്ട്, ഒരു ഡീലിംഗ് ആയിരിക്കും നമ്മുടെ സൈഡിൽ നിന്നുണ്ടായിരിക്കുക. എല്ലാവരും ഒരേപോലെ നമുക്ക് കാണാൻ പറ്റില്ല. സമത്വം അവിടെ കാണാൻ പറ്റില്ല, സമത്വം അവിടെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എല്ലാം ഒരേപോലെയാണ്. നമുക്ക് ജനറൽ മാനേജറെയും സിഇഒയും ഒരു പ്യൂണിനെയും ഡ്രൈവറെയും ഒരു ക്ലർക്കിനെയും സൂപ്പർവൈസറും ഓഫീസറെയും ഈക്വൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ സമത്വം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മനോജ് പ്രഭു ബിസിനസ് നടത്തുന്നതാണ്. ആണ് പറ്റുമോ പ്രഭുജി? ഇല്ല പ്രഭു. ഇല്ല, പറ്റില്ല. അതാണ് പ്രഭാതം പറയുന്നത്. സോ യു കനോട്ട് equate Lord Vishnu to other people, great personalities, not a demigod or a human being. That is devotion. So Vishnu അല്ലെങ്കിൽ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഈസ് വൺ വിതൗട്ട് എ സെക്കൻഡ്. അദ്ദേഹത്തിന് കോമ്പറ്റീറ്റർ ആയിട്ട് ആരുമില്ല, അദ്ദേഹത്തിന് മീതെ ആരുമില്ല. അപ്പൊ ആ വിഷ്ണു ഭഗവാനെ മറ്റുള്ളവർക്ക് തുല്യമായിട്ട് കാണുന്നത് ഒരപരാധമാണ്. So that's devotion. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. പ്രത്യേകം പറഞ്ഞിട്ട് പ്രഹ്ലാദ് മഹാരാജ് ആരെയാണ് സ്മരിക്കേണ്ടത്? ഭർത്താവ് ഭാര്യ, ഭാര്യ ഭർത്താവിനെ, അച്ഛനമ്മയും മക്കളെ എല്ലാം ആ സ്മരണം വേണം, ഇല്ലാന്നല്ല പറയണേ. പക്ഷേ നമുക്ക് പെർമനന്റ് ആയിട്ട് സ്മരിക്കാൻ ഒരാൾ ഉണ്ട്. അതാണ് പ്രത്യേകിച്ച് വിഷ്ണു സ്മരണം. ശ്രവണം, കീർത്തനം, വിഷ്ണു, അല്ലെങ്കിൽ കീർത്തനം, വിഷ്ണു സ്മരണം, റിമെമ്പറിങ്. Such a Mahatma has firm determination to achieve at the ultimate end. This ultimate end, the association of the Supreme Lord in any one of the 5 transcendental rasas. Okay. To achieve that success, he engages all activities, mental, bodily, and vocal, everything in the service of Supreme Lord Sri Krishna. That's called full Krishna consciousness. അപ്പോൾ 5 വിധത്തിൽ 5 രസത്തിൽ നമുക്ക് ഭഗവാനായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് 5 രസങ്ങള്? സാഖ്യരസം, ദാസ്യരസം, വാത്സല്യരസം, മാധുര്യരസം, പിന്നെ പരിപ്പ് രസം. അല്ലേ? മാധുര്യ രസമില്ലേ മാതാജി പറഞ്ഞു? അത് ലാസ്റ്റ് വൺ, മാധുര്യരസം. ഓർഡറിൽ പറയും. ശാന്തദാസ്യ, ശാന്തം, അങ്ങനെയല്ലേ? ശാന്തദാസ്യ, സഖ്യ, 100 marks for Manu. വാത്സല്യ, മാധുര്യ. വെരി ഗുഡ്, വെരി നൈസ്. മനോജ് പ്രഭു കി ജയ്. ജയ് ജയ്. ഓക്കെ, ഇതാണ് 5 പ്രൈമറി രസ, പിന്നെ 7 സെക്കൻഡറി രസ, അല്ലേ? ഇതെല്ലാം ഫേവറബിൾ ആണ്, മറ്റത് ഫേവറബിൾ അല്ല. അത് അത്ര ഫേവറബിൾ അല്ല. ഏത് ഈ 7 സെക്കൻഡറി രസാസ്. അപ്പൊ നമ്മളുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ വാക്കുകള്, നമ്മുടെ ബുദ്ധി, ഇതെല്ലാം ഭഗവാൻ അർപ്പിക്കണം എന്ന് പറഞ്ഞു. In the service of the Supreme Lord Sri Krishna, that is called full Krishna consciousness. So in devotional service, there are certain activities which are called determined, such as fasting on certain days,
like the 11th day of the moon, Ekadashi, and on the appearance day of the Lord. All these rules and regulations are offered by the great acharyas for those who are actually interested in getting admission into the Association of Supreme Personality of Godhead in the transcendent world. ചെറിയ ഓസ്റ്ററിറ്റീസ് പറഞ്ഞിട്ടുള്ളൂ. ഭക്തി മാർഗത്തില് കഠിനമായിട്ടുള്ള തപസ്യ പറഞ്ഞിട്ടില്ല, എസ്പെഷ്യലി കലിയുഗത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക്. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലൊക്കെ ഭയങ്കര കഠിനമായിട്ടുള്ള തപസ്യാണ് പറഞ്ഞിരിക്കുന്നത്. കൃതേ യധ്യായുധം വിഷ്ണു ത്രേതായം യജതോമൊക്കെ ദ്വാപരെ പരിചര്യായം കലൗത്ത ഹരികീർത്തന. വളരെ സിമ്പിളായിട്ടുള്ള ഹരികീർത്തനം കൊണ്ട് തന്നെ സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കഠിനമായിട്ടുള്ള തപസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന അതേ ഗുണം കലിയുഗത്തില് നാമസങ്കീർത്തനം കൊണ്ട് കിട്ടും. അപ്പോ ആ നാമസങ്കീർത്തനത്തിൽ കൂടെ ചെറിയ ചെറിയ ഓസ്റ്ററിറ്റീസ്, അത് ഇവിടെ പറയുന്നത് ഫാസ്റ്റിംഗ് ഓൺ ഏകാദശി, ഫാസ്റ്റിംഗ് ഓൺ ഫെസ്റ്റിവൽസ് ലൈക്ക് ജന്മാഷ്ടമി, പൗർ പൂർണിമ, രാമനവമി, നരസിംഹ ചതുർദശി, ഇങ്ങനെ ചെറിയ ചെറിയ ഫാസ്റ്റിംഗ് ഓസ്റ്ററിറ്റീസ് മാത്രമേ. പിന്നെ സം റെഗുലേഷൻസ്, അതർ റെഗുലേഷൻസ്. ഇത്രയും വളരെ ചെറിയ തോതിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ നടത്തിയാൽ നമുക്ക് ഭഗവത് പ്രാപ്തി നേടാം എന്നാണ് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. All these rules and regulations are offered by the great acharyas for those who are actually interested in getting admission. ആരാണോ വളരെ സീരിയസ് ആയിട്ട്, ഏതൊരു ഭക്തനാണോ സീരിയസ് ആയിട്ട് ഭഗവാന്റെ ധാമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്, അവരെ നയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആചാര്യന്മാര് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പ്രോസസ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തിനാണ് അതിന്റെ ഉദ്ദേശം? ഇൻ ഗെറ്റിംഗ് അഡ്മിഷൻ ഇൻ ടു ദ അസോസിയേഷൻ ഓഫ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഗോഡ് ഇൻ ദ ട്രാൻസെൻഡന്റ് വേൾഡ്. ഭഗവത് ധാമിലേക്ക് പോയിട്ട് ഭഗവത് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദ മഹാത്മാസ്, ഗ്രേറ്റ് സോൾസ്, സ്ട്രിക്ട്ലി ഒബ്സർവ് ഓൾ ദീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. Therefore they are sure to achieve the desired result. അപ്പോൾ അങ്ങനെ ശുദ്ധഭക്തന്മാർ ഇതെല്ലാം ശരിക്കും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നു, വളരെ സിൻസിയർ ആയിട്ട് അതെല്ലാം ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ ആഗ്രഹപ്രകാരം അവർക്ക് ഭഗവത് പ്രാപ്തിയും തീർച്ചയായിട്ടും ലഭിക്കുമെന്നുള്ളത്. So as described in the second verse of this chapter, not only is this devotional service easy, but it can be performed in a happy mood. അല്ലേ? ഏതാണ് ശ്ലോകം? രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അഭ്യയം. സുസുഖം നമ്മളൊരു ബേർഡനായിട്ട് എടുക്കാൻ പാടില്ല. അയ്യോ എനിക്കിന്ന് ചാൻഡ് ചെയ്യണ്ടേ, ഇന്ന് ഏകാദശിയാണ്, ഇന്ന് ഫാസ്റ്റ് ചെയ്യണ്ടേ, ഇന്ന് രാവിലെ നിൽക്കണ്ടേ, ഇതെല്ലാം ഒരു ബേർഡനായിട്ട് എടുത്താൽ വിൽ നെവർ ബി ഏബിൾ ടു ഡു ഇറ്റ് സുസുഖം. വളരെ സന്തോഷത്തോടുകൂടി ചെയ്യണം. അപ്പോൾ അതിന് ഡിസൈഡ് റിസൾട്ട് കിട്ടുള്ളൂ. മറ്റേത് കിട്ടില്ല എന്നല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് കിട്ടില്ല. ഒരു കുട്ടി പഠിക്കുകയാണ്, വളരെ ശ്രദ്ധയോട് സിൻസിയർ ആയിട്ട് എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്ന് പഠിക്കുന്നതും ചിലയൊക്കെ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല, അങ്ങനെ പഠിക്കുന്നതും വ്യത്യാസമില്ലേ? അപ്പോൾ അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും മാർക്ക് കിട്ടും. ചിലപ്പോൾ എന്തെങ്കിലും ഗ്രേസ് മാർക്ക് കൊടുക്കും, എന്തെങ്കിലും കടന്നു പോട്ടെ പറഞ്ഞിട്ട്. അതേപോലെ ഭഗവാൻ അങ്ങനെ കൊടുക്കും. പക്ഷേ ശരിക്കും സിമ്പിളായിട്ട് ആത്മാർത്ഥമായിട്ട് ഭഗവാനെ ഉപാസിക്കുന്ന ആൾക്കാർക്ക് അത് അവർക്ക് അവിടെ സന്തോഷമുള്ള ആനന്ദം ഉണ്ടാവും. അവർ പരീക്ഷയിൽ പാസ്സാവും ചെയ്യും. മറ്റുള്ള ആൾക്കാർ പരീക്ഷയിൽ വീണ്ടും അരേഴ്സ് വരും, വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെയും കാര്യം അങ്ങനെ ആയിരിക്കും, റിപ്പീറ്റ് ചെയ്യണം നമ്മുടെ ബർത്ത്. ഒരു ജന്മത്തിൽ മുഴുവൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ശരിക്കും മാർക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പോവില്ലല്ലോ. അതേപോലെ നമുക്ക് ആധ്യാത്മിക ലോകത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു നല്ലൊരു ഡിറ്റർമിനേഷൻ കൂടി സിൻസിയർ ഡിവോട്ടി ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും അത് അരിയസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ക്ലാസ്സിൽ തോൽപ്പിക്കും, എന്നിട്ട് വീണ്ടും എഴുതണം. അപ്പോൾ നമ്മൾ ചില കുട്ടികളൊക്കെ അങ്ങനെ 2-3 തവണയൊക്കെ തോറ്റിട്ടായിരിക്കും 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പാസ്സാവുന്നത്. അപ്പോൾ ചിലപ്പോൾ വീട്ടിലെ ബ്രദേഴ്സിൻ്റെ സിബ്ലിങ്സ്, ഏട്ടനും അനിയനും എല്ലാവരും ഒരേ കൊല്ലമായിരിക്കും 10ാം ക്ലാസ്.
കാരണം ചേട്ടൻ 2-3 പ്രാവശ്യം തോറ്റിട്ടുണ്ടായിരിക്കും. ഒരുമിച്ചിട്ടായിരിക്കും ക്ലാസ്സിൽ, ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിലും കൂടി. അപ്പൊ അതേപോലെ നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, നമുക്ക് വീണ്ടും ഇവിടെ പുനരഭി ജനനം പുനരഭി മരണം. അപ്പൊ നമ്മളുടെ പ്രോസസ്സ് ഡിലേ ചെയ്യുന്ന അർത്ഥം. So as described in the second verse of this chapter, not only is this devotional service easy, but it can be performed in a happy mood. One does not need to undergo any severe penance and austerity. ഇത് അണ്ടർലൈൻ ചെയ്യണം. One does not need to undergo any severe penance and austerity. നമ്മൾ അങ്ങനെ വളരെ സിവിയർ ആയിട്ടുള്ള പെനാൻസും ഓസ്റ്ററിറ്റിയും കാണുന്നുണ്ട്. അവർക്ക് അതിന്റെ ഉദ്ദേശം അറിയുന്നില്ല, എന്തിനാണ് ചെയ്യുന്നത്. ഇതൊക്കെ അവനുടെ ശരീരത്തിനെ വളരെ വിഷമം തരുന്ന വിധത്തിലുള്ള ഓസ്റ്ററിറ്റി. ഇതെല്ലാം തമോ ഗുണത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊന്നും പറഞ്ഞിട്ടില്ല. ഭഗവാന്റെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കലികാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഏത് സമയത്താണ് ജീവിക്കുന്നതും ഓർക്കണം. അപ്പൊ അതിനുള്ള എന്താണ് വിധി, അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അത് പ്രകാരം ജീവിക്കണം. സത്യയുഗത്തിലെ കാര്യങ്ങളൊന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, ത്രേതായുഗത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ദ്വാപരയുഗത്തിലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കലികാലത്തിൽ എന്താണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതനുസരിച്ച് ജീവിക്കുക, സെയിം റിസൾട്ട് കിട്ടും. എല്ലാവർക്കും ഭഗവാന്റെ ധാമിൽ പോകണം, അതന്നെ കിട്ടുക. സോ ഹി ക്യാൻ ലീവ് ദിസ് ലൈഫ് ഇൻ ഡിവോഷണൽ സർവീസ്. അപ്പൊ അതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, ബന്ധനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അവരുടെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സ് പ്രഹ്ലാദ് മഹാരാജ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഗൈഡഡ് ബൈ എൻ എക്സ്പേർട്ട് സ്പിരിച്വൽ മാസ്റ്റർ ആൻഡ് ഇൻ എനി പൊസിഷൻ, either as a householder or a sannyasi or a brahmachari, in any position and anywhere in the world, you can perform this devotional service to the Supreme Personality of Godhead and thus become actually Mahatma, a great soul. അപ്പൊ നമ്മളുടെ ഏത് വർണ്ണം, ഏത് ആശ്രമം എന്നുള്ള യാതൊരു ക്രൈറ്റീരിയയും ഇല്ല. ഭഗവത് ഭക്തിക്ക് ഒരു സന്യാസി മാത്രമേ എലിജിബിൾ ആയിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ മാത്രമേ എലിജിബിൾ ആയിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ആർക്കും ആണെങ്കിൽ ഭക്തി ചെയ്യാം, നമ്മളുടെ ഭാഗത്തും മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ. അപ്പോൾ എന്ത് പ്രൊഫഷനാണ് ചെയ്യുന്നത് അന്ന് യാതൊരു ഒരു ക്രൈറ്റീരിയ അല്ല. യോഗ്യത, എല്ലാവർക്കും യോഗ്യതയുണ്ട്, ഏത് പ്രൊഫഷനിലും ഏത് പ്രൊഫഷനാലും ഭക്തി ചെയ്യാം. ഈവൻ ഭാഗവതത്തിൽ ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഇതില് ഭഗവാൻ ദ്വാരകയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, they were offering prayers to Lord Krishna, അല്ലെ, ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി ദ്വാരകയില് ദർശനം വേണ്ടി. അപ്പൊ അന്നത്തെ കാലത്തും ഈ പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരും കൂടിയും ഭക്തി. അപ്പൊ ഒരു ക്രൈറ്റീരിയ അല്ല. ഞാനൊരു ഭക്തിവിനോദ് സ്വാമി മഹാരാജ് നല്ലൊരു ഇത് പറഞ്ഞു, അവിടെ രാജസ്ഥാനിലെ ഡാക്കൂർ സ്ഥലത്ത് ഇതേപോലെ ഒരു വേശ്യ ഉണ്ടായിരുന്നു. ആ വേശ്യയ്ക്ക് ഒരു ആഗ്രഹം, താൻ ഒരു കിരീടം ഉണ്ടാക്കിയിട്ടുണ്ട് ഭഗവാനെ ചാർത്താൻ വേണ്ടിയിട്ട്. ഭയങ്കര നല്ലൊരു ഭക്തി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഫോർ സർവൈവൽ അങ്ങനത്തെ ഒരു തൊഴിൽ സ്വീകരിച്ച ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഈ ആഗ്രഹം അതിന്റെ അതോറിറ്റീസിനെ പ്രകടിപ്പിച്ചപ്പോൾ അവർ അവിടുന്ന് ഓടിപ്പിച്ചു. പക്ഷെ ഭയങ്കര ആഗ്രഹം, എങ്ങനെയെങ്കിലും ഇത് കൊണ്ടുവന്നിട്ട് ഭഗവാൻ അർപ്പിക്കണം എന്നില്ല. ആ തിരക്കിൽ വന്നപ്പോ അവരെ ഉന്തി തള്ളി വീഴ്ത്തിയിട്ടപ്പോ കയ്യിലുള്ള ആ കിരീടം താഴെയല്ല വീണത്, ഭഗവാന്റെ ശിരസിലാണ് വീണത്, മുകുടം ആയിട്ട്. ഭഗവാൻ അത് എന്താണ് ചെയ്യുന്നതെന്നല്ല നോക്കുന്നത്. ഭഗവാൻ എല്ലാവരെയും സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ. അപ്പോ ഒരു ക്രൈറ്റീരിയം ഭഗവാൻ ഇതിലില്ല. സന്യാസിമാർക്ക് മാത്രമേ ഭക്തി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബ്രഹ്മചാരികൾക്ക് മാത്രമേ പറ്റുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. ഏത് വർണ്ണത്തിലും ഏത് ആശ്രമത്തിലും ഏത് ഇതുള്ളൂ. അതല്ലേ പറഞ്ഞത്, ചണ്ടാലനായിക്കോട്ടെ കുഴപ്പമില്ല, എന്നെ ഭക്തി ചെയ്താൽ, എന്നെ ഭക്തി ചെയ്യുകയാണെങ്കിൽ ആ ഒരു ചണ്ടാലന്റെ പൊസിഷനിൽ നിന്നും ഉയർന്ന തലത്തിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടും. അപ്പോൾ ഇതാണ് പറഞ്ഞത്, എനി പൊസിഷൻ
ഹൗസ് ഹോൾഡറോ സന്യാസിയോ ആരാണെങ്കിലും കുഴപ്പമില്ല, ബ്രഹ്മചാരിയോ, എനി പൊസിഷൻ ആൻഡ് എനിവർ ഇൻ ദ വേൾഡ്. ഓക്കെ, ഹിന്ദുക്കൾക്ക് മാത്രമേ പാടൂ? അങ്ങനെയില്ല. ഇന്ത്യൻസ് മാത്രമേ പാടൂ? ഇല്ല. അമേരിക്കൻസ് മാത്രമേ പാടൂ? ഇല്ല. ഇവിടെ ഏത് കുലത്തിലെ, ഏത് രാജ്യത്തിലെ, ഏത് പ്രൊഫഷണൽ ചെയ്യുന്ന ആൾക്കാർക്കും ഭക്തി പ്രാക്ടീസ് ചെയ്യാം. കാരണം ചില ആൾക്കാരുടെ വിചാരമുണ്ട്, ഓക്കെ, ഗുരു അമേരിക്കൻ ഗുരു, റഷ്യൻ ഗുരു, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗുരു, അവർക്ക് എങ്ങനെ യോഗ്യത? യോഗ്യത എന്താണ് പറയുന്നത്? എവിടെ ജനിച്ചു, ഏത് കുടുംബത്തിൽ ജനിച്ചു, അതല്ല യോഗ്യത. യോഗ്യത നമ്മള് എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചാണ് യോഗ്യത. അപ്പൊ ആർക്കും ഗുരു ആവാം. ഏതൊരു ഗുരുവാണോ ഭഗവാന്റെ അടുത്തേക്ക് തന്റെ ശിഷ്യനെ എത്തിക്കാൻ കഴിവുള്ളത്, അത് ശരിക്കുള്ള ഗുരു. അവിടെ എവിടെ ജനിച്ചാലും കുഴപ്പമില്ല, ഏത് കുലത്തിൽ ജനിച്ചാലും കുഴപ്പമില്ല എന്നോട് പറയുന്നു. So he can perform this devoted service to the Supreme Personality of Godhead and thus become actually Mahatma, a great soul. മുമ്പത്തെ കാലത്ത് അങ്ങനെയാണ്, മറ്റുള്ളവർക്കൊന്നും ഗുരു ആവാൻ പാടില്ല, ബ്രാഹ്മണന്മാർക്ക് മാത്രമേ ഉള്ളൂ, അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ചൈതന്യ മഹാപ്രഭു പറയുന്നു, ആചാര്യന്മാർ പറയുന്നു, ആർക്ക് വേണമെങ്കിലും ഗുരു ആവാം. ആ യോഗ്യത ഉണ്ടായാൽ മതി. ഏത് കുടുംബത്തില്, ഏത് കുലത്തിൽ ജനിക്കുന്നതിലല്ല യോഗ്യത. ആ യോഗ്യത അത് ഭക്തനാണോ, ഭഗവാൻ പറയുന്ന നിയമങ്ങൾ അനുസരിക്കുന്നുണ്ടോ, അതിനുള്ള ജ്ഞാനമുണ്ടോ, മറ്റുള്ളവരെ ശരിക്കുള്ള വഴിയിൽ നയിക്കാനുള്ള കഴിവുണ്ടോ, ഇതേ യോഗ്യത ഉള്ളൂ. അല്ലാണ്ട് എവിടെ ജനിച്ചു, ആരുടെ മകനായിട്ട് ജനിച്ചു, ഏത് രാജ്യത്ത് ജനിച്ചു, അതൊന്നും ഇവിടെ യാതൊരു ക്രൈറ്റീരിയ അല്ല എന്നാണ് പറയുന്നത്. സതതം കീർത്തയം തോന്നാം അല്ലേ? ഹരേ കൃഷ്ണ. സോ എന്തെങ്കിലും any questions or any comments? അല്ലെങ്കിൽ അടുത്ത ശ്ലോകത്തിൽ പോവാം. ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശതോ മുഖം. ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശതോ മുഖം. ഓക്കെ, മനോജ് പ്രഭു, പറ്റുമോ റിസൈറ്റ് ചെയ്യാൻ? ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശതോ മുഖം. രൂപശ്രീ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം. ഹരേ കൃഷ്ണ മാതാജി. ഇല്ലേ? സിമി മാതാജി. ഹരേ കൃഷ്ണ. ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം. പരമരാധ മാതാജി. ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം. അതിന്റെ ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ. Others who engage in the sacrifice by cultivation of knowledge worship the Supreme Lord as the one without a second, as diverse in many and in the universal form. Others. ആരാണ് others? സിമി മാതാജി. മഹാത്മാസ് അല്ലാത്ത എല്ലാവരും പ്രഭുജി.
ലൈക് ജ്ഞാനികള് ബാക്കി എല്ലാവരും. യെസ് ഭക്തന്മാര്, ശുദ്ധഭക്തന്മാര് അല്ലാത്ത ആൾക്കാർ. അപ്പൊ ഓരോ ഡിഫറെന്റ് കോൺഷ്യസ്നെസ് ലെവലുള്ള ആൾക്കാരെ പറ്റിയാണ് ഭഗവാൻ അർജുന് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, മഹാത്മാക്കൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഏത് തലത്തിൽ പോകണം ആക്ച്വലി. അപ്പൊ അങ്ങനെ മഹാത്മാക്കളെ അല്ലാത്ത ആൾക്കാർ എന്താണ് ഇതിന്, ഹു എൻഗേജ് ഇൻ സാക്രിഫൈസ്. എങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നത്? ബൈ കൾട്ടിവേഷൻ ഓഫ് നോളജ്, ജ്ഞാനമാർഗം സ്വീകരിച്ചിട്ടാണ്. എന്താണ് ചെയ്യുന്നത്? വർഷിപ്പ് ദ സുപ്രീം ലോർഡ് ആസ് വൺ വിതൗട്ട് എ സെക്കൻഡ്. ഈസ് വൺ വിതൗട്ട് എ സെക്കൻഡ്. അദ്വൈതം രണ്ടല്ല, വൺ വിതൗട്ട് സെക്കൻഡ്. ആസ് ഡൈവേഴ്സ് ഇൻ മെനി. അപ്പൊ എന്താണ് അവിടെ? എല്ലാറ്റിലും അവർ കാണുന്നു ആ ഭഗവാനെ. ആസ് ഡൈവേഴ്സ് ഇൻ മെനി ആൻഡ് ഇൻ ദ യൂണിവേഴ്സൽ ഫോം. ഭഗവാന്റെ യൂണിവേഴ്സൽ ഫോമിലും കാണുന്നു. അപ്പൊ ചുരുക്കത്തിൽ അവരെല്ലാവരെയും നാരായണൻ, യു ആർ നാരായണ, ഐ എം നാരായണൻ. യെസ്, ഒരർത്ഥത്തിൽ ശരിയാണ്, പക്ഷെ അത് ശരിയല്ലായിരുന്നു. ഏത് അർത്ഥത്തിലാ ശരി? ഭഗവാന്റെ അംശങ്ങളാണ് നമ്മളെല്ലാം സ്പിരിറ്റ് സോളാണ്, സ്പിരിറ്റ് ആണ്. ആ അർത്ഥത്തിൽ ശരിയാണ്. പക്ഷെ അവരെല്ലാം ഭഗവാനല്ല. ജ്ഞാനികള് അങ്ങോട്ട് ചെറിയ കുഴപ്പമുണ്ട്. അവരെല്ലാവരെയും ഭഗവാന്റെ അംശമായി കാണുന്നു, പക്ഷെ ആ പരമാത്മ ആസ്പെക്ട് കാണുന്നു. ജീവാത്മ ആസ്പെക്ട് സബോർഡിനേറ്റ് ആണ്, അംശമാണ്. അത് കാണാണ്ട് പരമാത്മാവിന്റെ ആസ്പെക്റ്റും അവസാനം അതെല്ലാം നമ്മളെല്ലാം ഭഗവാന ആണ് എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആൾക്കാർ. യെസ്, പരമാത്മാവുണ്ട്, പക്ഷെ ജീവാത്മാവ് ആണ്, നമ്മളെ അംശമാണ്, നമ്മൾ ഭഗവാൻ അല്ല എന്നുള്ളത് മറക്കുന്നു. നമ്മൾ റിയലൈസ് ആയി കഴിഞ്ഞാൽ നമ്മളും ഭഗവാനും ഒന്നാണ്. അതുകൊണ്ട് യു ആർ ആൾസോ നാരായണ, ഐ എം ആൾസോ നാരായണ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഈസ് വൺ വിതൗട്ട് സെക്കൻഡ്, ആസ് ഡൈവേഴ്സ് ഇൻ മെനി ആൻഡ് ഇൻ ദ യൂണിവേഴ്സൽ ഫോംസ്. പർപ്പോട്ടിൽ എന്താണെന്ന് നോക്കാം. This verse is the summary of the previous verses. Lord tells Arjuna that those who are purely in Krishna consciousness do not know anything other than Krishna, called Mahatma. Clear? Prabhupada, made our life very simple. I mean, very easy. അതൊന്നും അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. The Lord tells Arjuna that those who are purely in Krishna consciousness and do not know anything other than Krishna are called Mahatma. Very clear. Mahatmaവിന്റെ definition. Yet there are other persons who are not exactly in the position of Mahatma, but who worship Krishna. അവരും ഭഗവാനെ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് അധികം അറിവില്ലാത്ത ഒരാൾക്ക് എന്താണ്, അവരെല്ലാം ഒരേ സെയിം ലെവലിലാണ്. നമ്മളെല്ലാം തിരിച്ചറിയും. നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നു. പുറമെ കാണുന്ന ഒരാള്, ഒരു അഭക്തൻ, ഒരു നിരീശ്വരവാദി, അവരെന്താ പറയാ? എല്ലാവരും ഒരു വ്യത്യാസമില്ല. 10 പേരുണ്ടെങ്കിൽ 10 ഉദ്ദേശത്തോടുകൂടി ആയിരിക്കും അമ്പലത്തിൽ പോകുന്നു. അത് ഇവർക്ക് അറിയില്ല. പുറമെ ഉള്ള ആൾക്കാർ മനസ്സ് വായിക്കാൻ പറ്റില്ല. ഞാൻ അമ്പലത്തിൽ പോകുന്നു, ക്ഷേത്രത്തിൽ പോകുന്നു ഭഗവാനെ ദർശിക്കാനും എന്തെങ്കിലും കാര്യം സാധിക്കാനും. നിങ്ങൾ പോകുന്നത് ഔട്ട് ഓഫ് ലവ് ആയിരിക്കും. അത് മറ്റുള്ളവർക്ക്, കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ചെയ്യുന്ന കാര്യം അവിടെ എന്തെങ്കിലും ഓഫറിങ് ചെയ്യുന്നു, കൈകൂപ്പി നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന ആൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഈ ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആക്ടിവിറ്റി സെയിം ആണ്. ഇപ്പൊ നേരത്തെ പർപ്പോട്ടിൽ വായിച്ചു, ചില ആൾക്കാർ അന്യ ദേവി ദേവതമാരെ ഉപാസിക്കുന്നു, വലിയ ഹ്യൂമൻ ബീങ്സിനെ ഉപാസിക്കുന്നു. അവരെയും മൂർത്തി വെച്ച് അവര് നല്ല ആസനമൊക്കെ ഇരുത്തി അവരെയും അഗർബത്തിയും ദീപവും ബാക്കിയുള്ള അർഘ്യ കാര്യങ്ങളൊക്കെ അവരും ചെയ്യുന്നു, നമ്മളും അതന്നെ ചെയ്യുന്നു. ഭഗവാൻ കൃഷ്ണന്റെ ഒരാൾ പറയുന്നു അവരും അതന്നെ ചെയ്യുന്നു, നിങ്ങൾ ചെയ്യുന്നു, എന്താ വ്യത്യാസം? ദ ഒബ്ജക്റ്റ് ഓഫ് ലവ് ഈസ് ഡിഫറെന്റ്, ദ ഒബ്ജക്റ്റ് ഓഫ് വേർഷിപ്പ് ഈസ് ഡിഫറെന്റ്, ദ ആറ്റിറ്റ്യൂഡ് ഈസ് ഡിഫറെന്റ്. ചെയ്യുന്നതെല്ലാം എല്ലാവരും അഗർബത്തി ഇങ്ങനെ ചുറ്റണു, വളക്ക് ചുറ്റിച്ച് ചെല്ലുന്നു. അതും അമ്പലം വളരെ ഇതായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. കോടമണിയുണ്ട്,
അവിടെയുണ്ട്, പൂരമുണ്ട്, ആറാട്ടുമുണ്ട്, എല്ലാം ഉണ്ട്. അഭിഷേകം ഒക്കെ ഉണ്ട്. എന്താ വ്യത്യാസം എല്ലാവർക്കും മനസ്സിലാവില്ല. കാരണം he is not the object of worship. The process of worship is same, but the object of worship is different. ഇത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ എല്ലാവരും ഒരേ സ്റ്റാമ്പ് കുത്താണ്. അവരെല്ലാം അങ്ങനെയാണ്. സോ അവരും മഹാത്മാ, ബട്ട് ഹു വർഷിപ്പ് കൃഷ്ണ ആൾസോ. അവരും കൃഷ്ണനും സെയിം. കൃഷ്ണനെ ആരാധിക്കുന്ന ആൾക്കാരും ഡിഫറെന്റ് വേസിലാണ്, ഇൻ ഡിഫറെന്റ് വേസ്. സം ഓഫ് ദം ഹാവ് ഓൾറെഡി ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ദ ഡിസ്ട്രെസ്ഡ്, ദ ഫിനാൻഷ്യലി ഡെസ്റ്റിറ്റ്യൂട്ട്, ദ ഇൻക്വിസിറ്റീവ് ആൻഡ് ദോസ് ഹു ആർ എൻഗേജ്ഡ് ഇൻ ദ കൾട്ടിവേഷൻ ഓഫ് നോളജ്. അപ്പൊ 4 തരത്തിലുള്ള ഭക്തന്മാർ എൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞിട്ട് ആ 4 തരത്തിലാണ്. ബട്ട് ദർ ആർ അതേഴ്സ് ഹു ആർ സ്റ്റിൽ ലോവർ, ആൻഡ് ദീസ് ആർ ഓൾ ഡിവൈഡഡ് ഇൻടു 3. He who worships himself as one with the Supreme Lord, right? And he who conquers some form of the Supreme Lord and worships that, and who accepts the universal form, the Vishwarupa of the Supreme Personality of Godhead. അപ്പോൾ അത് 4 തരത്തിലുള്ള ആൾക്കാരല്ലാണ്ട് ഈ 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. Those who worship himself as, you are Narayana, I am Narayana, everybody is Narayana. ദരിദ്ര നാരായണൻ. നാരായണൻ എപ്പോഴേലും ദരിദ്രാവോ? നാരായണൻ എപ്പോഴാണ് ദരിദ്രനാവുന്നത്? നമ്മൾ ദരിദ്രരാവും ഭഗവാൻ ഉപാസിച്ചില്ലെങ്കിൽ. ഭഗവാൻ നമ്മുടെ അടുത്ത് ഭഗവാൻ ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ദരിദ്രനാണ്. എത്ര മെറ്റീരിയൽ പൊസിഷൻസും മണി ഉണ്ടെങ്കിലും നമ്മൾ അപ്പോഴും ദരിദ്രനാണ്. ബിക്കോസ് വി ആർ സ്പിരിച്വലി ഡിപ്രൈവ്ഡ്, വി ആർ സ്പിരിച്വലി പുവർ. അതുകൊണ്ട് ദരിദ്ര. മണിയല്ല ഇവിടെ, മെറ്റീരിയൽ വെൽത്ത് അല്ല ഇവിടെ നോക്കുന്നത്. പറയുന്നുണ്ട് yes, so much, he's so poor, yes, he's so poor that all that he has is only money. അതേപോലെയാണ് അവിടെ he who conquers some of the Supreme Lord and worship. അപ്പൊ അവരുടെ സാങ്കല്പിക ലോകത്തിൽ അവർ ജയിക്കുന്നു. ഇതാണ് ഭഗവാന്റെ രൂപം എന്ന് അവർ സങ്കല്പിക്കുന്നു, അതിനെ ഉപാസിക്കുന്നു. അത് രണ്ടാമത്തെ. മൂന്നാമത്തെ he who accepts the universal form. ഭഗവാൻ, അതായത് എല്ലാം ഭഗവാനാണ്, യൂണിവേഴ്സലിൽ കാണുന്ന എല്ലാം ആ വിശ്വരൂപം. And worships that. Out of the above 3, the lowest, those who worship themselves as the Supreme Lord. That's the lowest. Thinking themselves to be monist, and then monist and most predominant. Then monist പറഞ്ഞ ഞാനും ഭഗവാനും ഒന്നാണ്, വ്യത്യാസമില്ല. മോണിസം, മോണോതീസ്റ്റിക് പറഞ്ഞാൽ ഓൺലി വൺ ഗോഡ്. പക്ഷെ മോണിസ് പറഞ്ഞാൽ അത് ഞാനും ഭഗവാനും എല്ലാവരും നിങ്ങളെല്ലാം സെയിം. ഐ ഹാവ് റിയലൈസ്, യു ആർ നോട്ട് റിയലൈസ്, അതാ പറയാറ്. അപ്പൊ അതുകൊണ്ടാണ് ഓം എന്താ അവർ പറയാ, നാരായണായ സംതിങ് അല്ലെ, അവർ അഡ്രസ് ചെയ്യുമ്പോൾ ആണെന്ന് പറയാ. കാണിച്ചാൽ യു ആർ ആൾസോ നാരായണ. അവര് നമ്മളെയും അഡ്രസ് ചെയ്യും നാരായണ, ഓം നാരായണായ. അങ്ങനെ നമോ നാരായണ, സോറി ഒന്നല്ല, നമോ നാരായണ, നമോ നാരായണ. Thinking themselves to be monists are most predominant. Such people think themselves to be the Supreme Lord, and in this mentality they worship themselves. It's also a type of God worship, for they can understand that they are not the material body but are actually spiritual soul. At least such a sense is prominent. Appo avarum to a certain extent they're okay. At least they believe the existence of God. They are not 100% right, but still they are better off the non-devotees than the non-devotees. Such a sense is prominent. അതായത് നമ്മുടെ മീത് ആരോ ഉണ്ട്, ഒരു ശക്തിയുണ്ട്, ഒരു കൺട്രോളർ ഉണ്ട്. പക്ഷെ അവരുടെ പ്രോസസ്സ് കുറച്ച്, അവരുടെ സിദ്ധാന്തം
കുറച്ച് പ്രശ്നം മാത്രം, വേറൊന്നുമില്ല. ജനറലി ദർ മിസ്ഗൈഡഡ് ഓർ മിസ്ഡയറക്റ്റഡ്. അപ്പൊ അവർക്ക് പ്രോപ്പർ ഡയറക്ഷൻ കിട്ടിയാൽ they will also come in line. Generally, the impersonalists worship the Supreme Lord in this way. The second class includes the worshippers of the demigods, those who by imagination consider any form to be the form of the Supreme Lord. Panchopasana. Okay, അതായത് എല്ലാം different form of the same Supreme Lord എന്നുള്ള പഞ്ചോപതായ വിഷ്ണു, ദേവി, ശിവൻ, പിന്നെ ഗണപതി, അല്ലെ, സൂര്യനോ, ഇന്ദ്ര, അങ്ങനെ പഞ്ചോപാസന ഇവരെല്ലാം സെയിം ആണ് എന്ന് തെറ്റിക്കുക. അങ്ങനെ ഒരുപാടുണ്ട്. അത് എനി ഫോം ഓഫ് ദ ഡെമി ഗോഡ്സ് ഈക്വൽ ടു സുപ്രീം ലോർഡ്. പക്ഷെ നമ്മുടെ വേദങ്ങൾ പറയുന്നത് ഭഗവാൻ അസമർദ്ധ്വാന്നാ പറയുന്നത്. ഈക്വലും ഇല്ല, മീതി ആരും ഇല്ല. അപ്പൊ എങ്ങനെ എല്ലാവരെയും നമുക്ക് ഈക്വേറ്റ് ചെയ്യാൻ പറ്റുക? So those who by imagination consider any form to be the form of the Supreme Lord, അതും ഒരു അപരാധമാണ്. എന്താണ് അപരാധം? 10 ഒഫൻസിൽ ഏതാണ്? To consider the demigods like Lord Shiva or Lord Brahma to be equal to or independent of the name of Lord Vishnu. It's an offense. And the third class includes those who cannot conceive anything beyond the manifestation of the material universe. അപ്പൊ അവർക്ക് വേറൊന്നും കൺസീവ് ചെയ്യാൻ പറ്റില്ല. ഈ പ്രപഞ്ചം തന്നെ ആ ശക്തിയാണ്. ഈ പ്രപഞ്ചത്തിനെ ആ ഭഗവാന്റെ വിരാട് യൂണിവേഴ്സൽ ഫോമായിട്ട് കാണും. ഇതാണ് പ്രപഞ്ചമാണ് ഭഗവാൻ. So they consider the universe to be the supreme organism. Or entry and worship that. The universe is also a form of the Lord. അപ്പൊ അങ്ങനെ അതിൽ നിന്നുണ്ടായതാണ് പാന്തിസം. അവർ മലകളെ ആരാധിക്കുന്നു, നേച്ചറിനെ ആരാധിക്കുന്നു, അങ്ങനെ പല പല ആരാധന. അതായത് ഈ മെറ്റീരിയൽ പ്രകൃതിയിലുള്ള ഓരോ കാര്യങ്ങളെ ആരാധിക്കുന്ന ആൾക്കാർ. But universe is also a form of the Lord. Yes, universe is also a form of Lord, but that's not ultimate. ഭഗവാൻ യൂണിവേഴ്സൽ ഫോം കാണിക്കുന്നുണ്ട് അർജുനന്. ഈവൻ നമ്മുടെ അപ്പൊ ഈ യൂണിവേഴ്സ് ഭഗവാന്റെ വിരാട് രൂപം പലതരത്തിലും വ്യാഖ്യാനിക്കപ്പെടുന്നു. ബ്രാഹ്മണൻ തല, ക്ഷത്രിയന്മാര് ചെസ്റ്റ്, പിന്നെ വൈശ്യൻ ബെല്ലി, ദെൻ ഹാൻഡ്സ്, അത് ശൂദ്രന്മാർ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്, ലെഗ്സ്, ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്. അപ്പൊ അങ്ങനെയുണ്ട്. പിന്നെ ഭാഗവതം 12 കാൻഡോ ഭഗവാന്റെ വിരാട് രൂപത്തിനോട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 2 കാൻഡോ ഇത് 2 feet, ലോട്ടസ് ഫീറ്റ്. അങ്ങനെ ഈ ഫുൾ വിരാട് രൂപത്തിനെ ഭാഗവതം ഓരോ ഇങ്ങനെ കാൻഡോയിട്ട് പറയുന്നുണ്ട്. സോ ഇതാണ് സെക്കൻഡ്. അതായത് മഹാത്മാക്കളെ അല്ലാത്ത ആൾക്കാരുടെ പൊസിഷൻ, അവരുടെ ലെവൽ എന്താണെന്ന് കാണിച്ചു തരുന്നു. ഇനി any questions or comments? പ്രഭുജി, ഈ മോണിസത്തിന്റെ കാര്യമല്ല, അപ്പൊ ഇസ്ലാം മോണിസം ആണോ? ഇസ്ലാം മോണിസം അല്ല. ഇസ്ലാം വൺ ഗോഡ് ബിലീവ് ചെയ്യുന്നുണ്ട്. അത് മോണോതീസം അല്ലാണ്, വൺ ഗോഡ്. മോണിസം പറഞ്ഞാൽ എല്ലാവരും, ഞാനും നിങ്ങളൊക്കെ ദൈവമാണ്, പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമോ നാരായണ അവർ അഡ്രസ് ചെയ്യുന്ന, അങ്ങ് അന്യോന്യം അഡ്രസ് ചെയ്യുന്ന തന്നെ യു ആർ നാരായണ, ഐ ആം നാരായണ എന്നുള്ളത്. മറ്റത് വൺ ഗോഡ് കോൺസെപ്റ്റ് ആണ്.
പക്ഷെ ആ ഗോഡ് പേഴ്സണൽ അല്ല, അതുകൊണ്ട് അത് ഇൻകംപ്ലീറ്റ് ആണ്. ഭഗവാൻ ആ ഒരു ആസ്പെക്ട് ഉണ്ട്, ബട്ട് ദാറ്റ്സ് എൻ ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ ഓർ നോളജ്. ഭഗവാൻ നമ്മുടെ ഭാഗത്തിൽ പറഞ്ഞിട്ട് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി സബ്ജതെ, അല്ലെ? ആ ബ്രഹ്മൻ ഒരു ശക്തി, നല്ലൊരു കോൺസെപ്റ്റാണ് ഒരു ബ്രഹ്മനുണ്ട്, അതിന്റെ മീതെ പരമാത്മാവുണ്ട്, അതിന്റെ മീതെയാണ് ഭഗവാൻ ദ ഒറിജിനൽ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ആ ഒറിജിനൽ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് കൃഷ്ണ ഓർ വിഷ്ണു, അവരുടെ ഡിഫറെന്റ് ശക്തിയാണ് പരമാത്മാവും ബ്രഹ്മനുള്ളത്. സോ ഭഗവാൻ ഇൻക്ലൂഡ്സ് ദ അതർ ടു. ആണ് വ്യത്യാസമാണ്. ഓക്കെ പ്രഭു, വേറെ എന്തെങ്കിലും? Okay, so we will just stop here. Next is 16. वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमः। अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, हरि हरि बोल।